നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു സ്വാതി തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലച്ചു ഒരു പരിഹാരം കണ്ടിട്ടാ വന്നിരിക്കുന്നത്. മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാൻ സ്വാതി ഒരു ഡിമാൻഡ് ലച്ചുവിന്റെ മുന്നിൽ വച്ചിരുന്നു. ഡിമാൻഡ്? അവളോട് ഇവിടുന്ന് പോകാനാണെങ്കിൽ അത് സങ്കടമുള്ള കാര്യം മോനെ. അതൊന്നുമല്ല, ലച്ചുവിന്റെ എന്റെയും വിവാഹം. ആണോ? അതിന് ലച്ചു സമ്മതം പറഞ്ഞ സ്വാതി വരുമെന്നാ പറഞ്ഞയച്ചത്. ശ്രീകുട്ടി എന്തിനു വേണ്ടിയാണത് പറഞ്ഞതെന്നായാലും അതൊരു നല്ല കാര്യമാണ്. ആശയും അരവിന്ദൻ തിരുമേനിയും ഈ ഒരാവശ്യം പറഞ്ഞ് ഇവിടെ വന്നതല്ലേ. അവരോടൊരു ഉറപ്പ് പറയാൻ എനിക്കൊട്ട് കഴിഞ്ഞതുമില്ല. എന്നിട്ടിപ്പോ എന്താ ലച്ചുവിന്റെ നിലപാട്? അത് ലച്ചു തന്നെ പറയട്ടെ, ഞാനല്ലോ പറയേണ്ടത്. നിങ്ങളിലൂടെയല്ലേ സ്വാതി അറിയേണ്ടത്. മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല. എന്ത് തീരുമാനവും നിനക്കെടുക്കാം. ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം പറയേണ്ട ഒന്നല്ല വിവാഹം. അതിന്റെ പേരിൽ താലി കെട്ടുന്ന പുരുഷനെ ഒരു തരത്തിലും വേദനിപ്പിക്കാനും പാടില്ല. ശ്രീദേവിയെടുത്തി പറഞ്ഞത് സത്യം. നീ സ്വാതിക്ക് വേണ്ടി ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളണ്ട. നീ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും ഗോവിന്ദിന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി ആവണം. ആരുടെയും ജീവിതം ഞാൻ കാരണം നശിച്ചു പോവില്ല. ആത്മാർത്ഥമായി തന്നെയാ ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം പറഞ്ഞത്. ദൈവമേ, എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെ ഒരു പരിഹാരം കണ്ടല്ലോ. നല്ല തീരുമാനം അമ്മു ഇപ്പൊ കൈക്കൊണ്ടത്. സ്വാതി അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ ഈ ജന്മം അമ്മ ഒരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം അവൾക്ക് വേറെ ഇല്ല. ഇത് തന്നെയാ അവളും എന്നോട് പറഞ്ഞത്. പക്ഷേ സ്വാതി ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തിയെന്ന എനിക്ക് തോന്നുന്നത്. സ്വാതിക്കറിയാം അവളുടെ അനിയത്തിന്റെ മനസ്സ്. അതെ മോനെ, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുട്ടിയുടെ ദേഷ്യവും സങ്കടവും ഒക്കെ സഞ്ജുവിനോടാണെന്നാണ്. അതൊക്കെ പതുക്കെ അങ്ങ് മാറും. അതിന് അമ്മുവിന്റെ കല്യാണം ഒരു കാരണമാകും. അല്ല, ഗോവിന്ദ ആശയെ വിളിച്ച കാര്യം പറഞ്ഞു? ഞാൻ അമ്മയെ വിളിച്ചു. കള്ളൻ, അതിനുള്ളിൽ അതും നടന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.